അവൻ അൽ ഖാലിഖ്, അൽ ബാരി, അൽ മുസവ്വിർ, അൽ ഖഹാർ. ആകാശത്തെ സൃഷ്ടിക്കുകയും അതിൽ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും രൂപപ്പെടുത്തുകയും ചെയ്തു. ഖുർആനിലെ വചനങ്ങളിൽ സുന്ദരമായ ഈ സൃഷ്ടികളെ കുറിച്ച് അള്ളാഹു വ്യക്തമാക്കുന്നു. ഇന്ന് നമുക്ക് ഖുർആനിലെ സൂര്യനെ കുറിച്ചുള്ള അത്ഭുതങ്ങളെ കുറിച്ച് ആഴത്തിൽ പഠിക്കാം. ഇംഗ്ലീഷിൽ വെളിച്ചം എന്ന് അർത്ഥം വരാൻ ലൈറ്റ് എന്നൊരു വാക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ അറബിയിൽ നൂർ, സിറാജ്, വഹാജ, ദിയ എന്നിവ തുടങ്ങിയ വ്യത്യസ്ത തരം വാക്കുകളുമുണ്ട്. സൂറ അൻ-നബയിൽ അള്ളാഹു പറഞ്ഞു, وَبَنَيْنَا فَوْقَكُمْ سَبْعًا شِدَادًا وَجَعَلْنَا سِرَاجًا وَهَّاجًا. സൂറ നബയിലെ ഈ ആയത്തിൽ അള്ളാഹു സൂര്യനെ സിറാജ്, സ്വയം പ്രകാശിക്കുന്ന ദീപമായാണ് വിവരിക്കുന്നത്. സൂറ ഫുർഖാനിൽ അള്ളാഹു പറഞ്ഞു, تبارك الذي جعل في السماء بروجا وجعل فيها سراجا وقمرا منيرا. മോഡേൺ ആസ്ട്രോഫിസിക്സ് ഈ അടുത്താണ് സൂര്യനെ സ്വയം പ്രഖ്യാപിച്ചെങ്കിലും സുബ്ഹാനല്ലാഹ് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആനിലും ഇതേ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ സൂര്യൻ ഒരു നിർദ്ദിഷ്ട മാർഗത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. സയൻറ്റിസ്റ്റ് നിക്കോളാസ് പിന്നീട് ഈ കാര്യം കണ്ടെത്തിയെങ്കിലും അദ്ദേഹം സൂര്യൻ നിശ്ചലമാണെന്ന് കരുതിയിരുന്നു. എന്നാൽ ആ വാദം തെറ്റാണെന്ന് സൂറ ഫാത്തിറിലൂടെ ഖുർആൻ തെളിയിക്കുന്നു. ഖുർആനിൽ 33 തവണ അഷംസ് എന്ന് പരാമർശിച്ചിട്ടുണ്ട്. ഒരു രസകരമായ നിരീക്ഷണം, ഖുർആനിൽ ആദ്യം അഷംസ് എന്ന് പരാമർശിച്ചതും അവസാനം അഷംസ് എന്ന് പരാമർശിച്ചതും തമ്മിൽ 5778 ആയത്തുകളുണ്ട്. ഈ സംഖ്യയും സൂര്യൻ്റെ ടെമ്പറേച്ചറും ഒത്തുചേരുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ സിദ്നി ഇൽമൻ നാഫിയ വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.